നമസ്കാരം. കെട്ടിട നിർമ്മാണ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുകയും അത് പൊളിഞ്ഞ് കടക്കണിയിലാവുകയും ചെയ്ത ചരിത്രമുണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഹൈറിച്ച് കമ്പനി MD KD പ്രതാപന്. ഏതാനും വർഷം മുൻപ് 150 ചതുരശ്രയടി മാത്രമുള്ള കടമുറിയിൽ ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനി തുടങ്ങുമ്പോൾ പരാജയം മാത്രമായിരുന്നു അയാളുടെ മൂലധനം. എന്നാൽ അതിവേഗം കമ്പനി വളർന്നു പന്തലിച്ചു. ഇന്ത്യയിലാകെ 1.5 കോടിയിലേറെ നിക്ഷേപകരെയാണ് ഹൈറിച്ച് കമ്പനി വീഴ്ത്തിയത്. OTT പ്ലാറ്റ്ഫോമുകളിലൂടെ വൻകിട ഹിന്ദി സിനിമകളുടെ സംപ്രേഷണാവകാശം വാങ്ങുന്നു എന്ന പ്രചാരണമുണ്ടായതോടെ കമ്പനിയിലേക്ക് നിക്ഷേപകരുടെ ഒഴുക്കായി. സൂപ്രധാന ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ ഇതിനായി ഉപയോഗിച്ച് വിശ്വാസ്യത വരുത്തി തീർത്തു. പ്രതാപൻ അറസ്റ്റിലായ വിവരം കേരളത്തിന് പുറത്ത് അധികമാരും അറിഞ്ഞിട്ടില്ല എന്നതിനാൽ ഹൈറിച്ചിൻ്റെ ബിസിനസ് പ്ലാൻ വീഡിയോകൾ മറ്റ് നാടുകളിൽ ഇപ്പോഴും ആവേശത്തോടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് പ്രതികൾ 200 കോടിയോളം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ നടത്തിയ നീക്കം തൃശൂർ ജില്ലാ കളക്ടറും സംഘവും പൊളിച്ചത് കേസിൽ നിർണായകമായി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയും ADM T മുരളിയും 4 ജീവനക്കാരും രാത്രിയിൽ ഓഫീസിലെത്തി മണിക്കൂറുകൾ ജോലി ചെയ്ത് പ്രത്യേകം ഉത്തരവിറക്കിയാണ് പ്രതാപൻ്റെയും ശ്രീനയുടെയും നീക്കത്തിന് തടയിട്ടത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയുടെ ആസ്ഥാനമായി പ്രവർത്തിച്ച ചേർപ്പ് ഞെരുവശ്ശേരിയിലെ വാണിജ്യ സമുച്ചയത്തിൻ്റെ വാടക കരാർ ഭൂവുടമ റദ്ദാക്കി. കമ്പനി നടത്തിയ തട്ടിപ്പുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കൈവശാവകാശം റദ്ദാക്കി 7800 ചതുരശ്രയടി കെട്ടിടവും ഭൂമിയും ഉടമ തിരിച്ചുപിടിച്ചത്. എന്നാൽ ഹൈറിച്ച് കമ്പ്യൂട്ടർ ശൃംഖല കെട്ടിടത്തിനുള്ളിൽ ഉണ്ട് എന്ന കാരണം ചൂണ്ടിക്കാട്ടി ചേർപ്പ് പോലീസ് കെട്ടിടം സീൽ ചെയ്ത അവസ്ഥയിലാണ്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് പുറത്തുവരാൻ ഇടയാക്കിയത് വടകര സ്വദേശിയായ നിക്ഷേപകൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ഒരു ബഹളമാണ്. 1 വർഷം മുൻപ് PA വത്സൻ ഞെരുവശ്ശേരിയിൽ ഹൈറിച്ചിൻ്റെ ആസ്ഥാനത്തെത്തി നിക്ഷേപത്തുക മടക്കി ചോദിച്ചു. ജീവനക്കാർ തട്ടിക്കയറിയതോടെ തർക്കമായി. പിന്നീട് നിക്ഷേപകൻ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് വമ്പൻ തട്ടിപ്പ് പുറത്തായത്. 3141 കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് തട്ടി എന്നതിന് കണക്കുണ്ടെങ്കിലും ഈ തുക എവിടെ എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം ഇപ്പോഴും അജ്ഞാതമാണ്. 100 കോടി രൂപയിലേറെ ഹവാലയായി വിദേശത്തേക്ക് കടത്തി എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ മാതൃകയിൽ വിദേശത്തേക്ക് ബാക്കി തുകയും മാറ്റിയിരിക്കാം എന്നാണ് സൂചന. ഹൈറിച്ചിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രതാപനും ശ്രീനയും 11 കോടി രൂപ നേരത്തെ മാറ്റി എന്ന് കണ്ടെത്തിയിരുന്നു. ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൻ്റെ മറവിൽ 1157 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമ KD പ്രതാപനാണ് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റിലായത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരുന്നു ഇയാളുടെ അറസ്റ്റ് നടപടി. തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അന്വേഷണവുമായി പ്രതാപൻ സഹകരിക്കുന്നില്ല എന്നാണ് ED കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് കേസെന്ന് ED നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത്. പുതിയ ഇടപാടുകാരെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തനം. ഏതാണ്ട് 1.63 കോടി ഇടപാടുകാരുടെ ഐഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരൻ്റെ പേരിൽ തന്നെ 50ഓളം ഐഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ വൻതുക ഹൈറിച്ച് പ്രൊമോട്ടർമാർ സമ്പാദിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അംഗത്വ ഫീസ് ഇനത്തിൽ മാത്രം പ്രതികൾ 1500 കോടി രൂപ ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയെടുത്തുവെന്നും ഇതിൽ നിന്ന് 250 കോടി രൂപ പ്രൊമോട്ടർമാരായ KD പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് തട്ടിയെടുത്തു എന്നുമാണ് ED കണ്ടെത്തിയത്. സാമ്പത്തിക തട്ടിപ്പുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്. ചെറുതും വലുതുമായി അനേകം തട്ടിപ്പുകളാണ് കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തട്ടിപ്പുകാർ കേരളത്തെ ലക്ഷ്യം വെച്ച് പല തട്ടിപ്പുകളും ആസൂത്രണം ചെയ്യുന്നു. മലയാളി അതിലൊക്കെ പോയി പെടുകയും ചെയ്യുന്നു. 1 കൊടുത്താൽ 9 കിട്ടും, അല്ലെങ്കിൽ ഇരട്ടിയാകും 4 ഇരട്ടിയാകും പണം എന്ന് കണ്ടാൽ എത്ര വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധ മലയാളിയും അതിൽ കൊണ്ടേ പണം നിക്ഷേപിക്കും. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പെൻഷൻ വാങ്ങിയത്, ഭൂമി വിറ്റത്, സ്വർണം വിറ്റത്, കടം വാങ്ങിയത് ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഈ ഹൈറിച്ച് പോലുള്ള തട്ടിപ്പ് ഏജൻസികളിൽ മലയാളി നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഉള്ളതും പോയി, കേസുമായി പണം കിട്ടിയതുമില്ല. മാത്രമല്ല ഈ പണം തിരിച്ചു കിട്ടാൻ നിയമ കുരുക്കുകൾ ധാരാളമുണ്ട് താനും. അപ്പോൾ പോയത് പോയി എന്ന് തന്നെ കരുതുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഇനിയും ഇറങ്ങാം. മലയാളികൾ ഇറങ്ങാം. വിദേശത്തു നിന്നും തട്ടിപ്പുകാർ കേരളത്തെ ലക്ഷ്യമാക്കി തട്ടിപ്പുകൾ നടത്താം. അതുപോലെ അന്യസംസ്ഥാന തട്ടിപ്പുകാരും കേരളത്തെ ലക്ഷ്യം വെക്കാം. ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള മലയാളി അതിലൊക്കെ ലക്ഷങ്ങൾ കൊണ്ട് നിക്ഷേപിക്കും എന്ന് ഉറപ്പുമാണ്. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണോ മലയാളികൾ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്.